ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഞാൻ അസുരാചാര്യനായ ഭാർഗവനെ, ശുക്രനെ, ഭൃഗോഹോ അപത്യം പുമാൻ ഭാർഗവ, ഭൃഗുപുത്രനായ ഭാർഗവനെ, ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത്. ശുക്രൻ അസുരാചാര്യനാണ്. എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചാര്യനായ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്നത്. എന്താണോ ഭൗതിക സുഖത്തിന് ഉചിതമായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ. ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം. ശുക്രൻ കേന്ദ്രസ്ഥനായി, കേന്ദ്രമെന്നാൽ ലഗ്നം, 1-ാം ഭാവം, 4, 7, 10 ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ്, അപ്രകാരം തന്നെ ഇടവവും. ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി. കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ്. പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തും കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ശുക്രനും ചൊവ്വയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാരശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം. അതേ ശുക്രൻ ഉച്ചസ്ഥനാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറെ പോലുള്ള ആളുകൾ സൂര്യ കലോത്സവം, വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ, അത് മറ്റൊരു തലത്തിലാണ്. അവിടെ ശുക്രൻ ആ തൗര്യത്രികത്തിൻ്റെ ധർമ്മം നിർവഹിക്കും. ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ്. സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാരത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2026 ജനുവരി 12-ാം തീയതി, അതായത് 1201 ധനുമാസം 28-ാം തീയതി മുതൽ കേവലം 24 ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരരാശിയിൽ നിൽക്കുന്നത്. അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട്. കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് 14-ാം തീയതി മുതൽ. 14-ാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും. അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും. അതിനാൽ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:15 മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും. മൗഢ്യംഗതാസ്തേ വിബലാഹ, മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ, ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങൾ എപ്രകാരം സംഭവിക്കും, എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത്. മിഥുന രാശിയെ സംബന്ധിച്ചോളം ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ 12-ാം ഭാവം, ഇടവത്തിൻ്റെ ആധിപത്യം, പിന്നെ ഒന്ന് സന്താനപതി, സന്താനഭാവത്തിൻ്റെ ആധിപത്യം. ഈ 2 ധർമ്മങ്ങളുമാണ് ശുക്രൻ നിർവഹിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കണം, ശുക്രൻ നിൽക്കുന്നത് അങ്ങേയറ്റം ശുഭമായ സ്ഥാനത്തല്ല. ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, 8-ാം രാശിയിലാണ് നിൽക്കുന്നത്, 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത്ര നല്ലതല്ല. ജീവിതത്തിൽ അങ്ങേയറ്റം കഷ്ടമുള്ള ഭാവമാണ് 8-ാം ഭാവം. തത്ര അതികഷ്ട അഷ്ടമ. അതിനാൽ ഈ ശുക്രൻ മേൽപ്പറഞ്ഞ 2 ഭാവങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ജാതാവ വിഫല വിനഷ്ട വികല. ഒന്നുകിൽ ജനിക്കുക, അനുഭവമില്ലാതിരിക്കുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുക. ഇവിടെ പലപ്പോഴും ഗർഭിണികൾക്ക് എന്ത് ചെയ്യും? എബോർഷൻ സംഭവിക്കും. സമയം തികയുന്നതിന് മുമ്പേ പ്രസവിക്കാവുന്ന അവസ്ഥ ഉണ്ടാകും. ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അസ്വസ്ഥതകൾ, രോഗങ്ങൾ വരിക. അതിനുമപ്പുറം ശ്രദ്ധിക്കണം, പ്രായപൂർത്തിയുള്ള പല കുട്ടികളും വളരെയധികം ഇമോഷണലി പ്രയാസങ്ങൾ ഉണ്ടാക്കും രക്ഷിതാക്കൾക്ക്. അതിനുമുമ്പ് ആരൊക്കെയാണ് മിഥുന രാശിക്കാരെന്ന് അറിയണം. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഈ മിഥുന രാശിക്കാർക്ക് ഈ ശുക്രൻ വളരെയധികം ദൗർബല്യങ്ങൾ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. വളരെ ജാഗ്രത പാലിക്കണം.
സ്വർണം നഷ്ടപ്പെടുക, വീട്ടിൽ കള്ളൻ കയറുക, മക്കളുടെ പല തീരുമാനങ്ങളും തനിക്ക് അഗെയിൻസ്റ്റ് ആവും. വളരെ ദൂരത്ത് പോയി പഠിക്കാൻ പോയ മക്കൾ വല്ല പ്രയാസത്തിലും പ്രശ്നത്തിലും പെടുക, അല്ലെങ്കിൽ മക്കൾ അനുസരിക്കാതിരിക്കുക, മക്കളുടെ പ്രണയ വിഷയങ്ങളൊക്കെ പേരൻസ് അറിയുമ്പോൾ അവർ തകർന്നു പോവുക, അല്ലെങ്കിൽ മക്കൾ പഠനം ഉപേക്ഷിച്ച് തിരിച്ചു വരിക, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയും. ഈ രീതിയിലുള്ള പല പ്രകടനങ്ങളും സന്താന വിഷയങ്ങൾക്ക് വരും. ഇപ്പം മറ്റൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത്, വൈകല്യവാനായ ശുക്രനായിട്ട് നിൽക്കുന്നത് പലപ്പോഴും ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതിനെതിരെ ഡയാലിസിസ് പേഷ്യൻസ് പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരിക, ഷുഗർ വലിയ രീതിയിലാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ വിയോഗമുണ്ടാകും. വിയോഗപ്രിയയോഷിതം, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സ്ത്രീകൾ കാരണം അപഖ്യാതികൾ വരും. സുഭക സ്ത്രീ വിജയതോ രഥ കുനാരിയാം, കുനാരികളിൽ താല്പര്യമുണ്ടാകും. പലപ്പോഴും മോശപ്പെട്ട സ്ത്രീകളുമായി ചില സൗഹൃദങ്ങൾ വരിക, അറിയാതെ അതിൽ പെട്ടുപോവുക, അത് ദാമ്പത്യത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വളരെയധികം ശ്രദ്ധിക്കണം, ദേഹമുട്ടി ചെയ്യണം. അപ്രകാരം തന്നെ ദാമ്പത്യ ഐക്യത്തിന് വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യത ഉണ്ടാക്കണം, ഐക്യമത്യ അർച്ചന ചെയ്യണം. പലപ്പോഴും ഡൈവേഴ്സുകൾ നടക്കപ്പെടുന്ന ദിനങ്ങളാണിതൊക്കെ. പെട്ടെന്നുള്ള തീരുമാനം വരുമ്പോൾ ഡൈവേഴ്സിലേക്ക് പോകും. വളരെ ജാഗ്രത പാലിക്കുക. മെൻ്റലി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ശ്രദ്ധിക്കണം വളരെയധികം. നന്നായി ധർമ്മദൈവ സംഗീതത്തിൽ വിളക്കിലേക്ക് എണ്ണമാല സമർപ്പിക്കുക, അവിടെ അന്നദാനം ചെയ്യുക. ഇപ്പോൾ വടക്കൻ മലബാറിലേക്ക് ഉത്സവത്തിൻ്റെ സീസണാണ്, തെയ്യവും തിറയും ഒക്കെ നടക്കുന്ന സമയമാണ്. അതിനാൽ ധർമ്മദൈവ സംഗീതം തനിക്ക് കഴിയുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലപ്പോഴും അനാഥാലയ മന്ദിര ക്ഷേത്രം മുതലായവയുടെ തലപ്പത്തെത്താൻ സാധ്യത കൂടുതലാണ്. പലപ്പോഴും പ്രസിഡന്റ് സെക്രട്ടറി രീതിയിലുള്ള പല കാര്യങ്ങൾക്കും തനിക്ക് അനുകൂലമായി വരും. വാക്കുകൾ കൊണ്ടായിരിക്കും മുറിവേൽപ്പിക്കാതിരിക്കുക. ജനക്ഷുദ്രവാദി ചിരം ചാരു ജീവേ ചതുഷ്പാസുഖം ദൈത്യഭൂജോ ദദാതി. വാഹനങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്, വാഹനങ്ങൾ ലഭിക്കും. ക്ഷുദ്രവാദി ക്ഷുദ്രമായി സംസാരിക്കും, വളരെ മോശപ്പെട്ട നാവായിരിക്കും, വളരെയധികം സംസാരിച്ച് പ്രയാസങ്ങളുണ്ടാകും. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം തൻ്റെ വാക്കിലൂടെ അത് വലിയ പ്രയാസത്തിലേക്ക് മാറ്റപ്പെടും. ശ്രദ്ധിക്കണം. ജനുഷ്യ അഷ്ടമേ കഷ്ടസാർത്ഥോ ജയ അർത്ഥ. കഷ്ടപ്പെട്ടിട്ട് മാത്രം ധനവും വിജയവും ലഭിക്കുമെന്നാണ്. അങ്ങേറ്റം പ്രയാസങ്ങൾ വരും. പുനർവർദ്ധതയെ ദീയമാനം ധനർനെ. പലിശയുമായി ബന്ധപ്പെടുന്നവർക്ക് നല്ലതാണ്. അപ്രകാരം ഷെയർ മാർക്കറ്റിങ്ങിൽ സാമ്പത്തിക വിഷയത്തിൽ ഏർപ്പെടുന്നവർക്ക് പലപ്പോഴും ആകസ്മികമായ ധനലാഭം ലഭിക്കും. അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ എന്ന് ചമത്കാര ചിന്താമണിയിൽ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതായാലും ഈ ശുക്രൻ നന്മകൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, അപകടത്തിൽ ചെന്ന് ചാടരുത്.